ഇതൊരു കച്ചവടമായിട്ട് അങ്ങനെ നടക്കുക ചില ആൾക്കാർ. അതിന് കുറെ ബ്രോക്കർമാരുണ്ട്. ബ്രോക്കർമാർക്ക് എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടും, അതിനു വേണ്ടി അവര്. പ്രലോഭനത്തിന്റെ കെണിയിൽ അച്ഛനമ്മമാരെ കൊടുക്കുന്ന ഇത്തിൽക്കണ്ണികൾ, കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തി പെൺമക്കളുടെ വിവാഹം നടത്തുന്ന രക്ഷിതാക്കൾ, അസ്തിത്വത്തിന്റെ വേരുകൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന കല്യാണങ്ങൾ. നിലപാട് തറ മൈസൂർ കെടുക്കുമ്പോൾ പെൺകുട്ടിയോടൊപ്പം കുടുംബവും നിരാധാരമാകുന്നു. വേണ്ട വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ട, സമ്മതിക്കൂല ഞാന്. ഇക്കാക്ക ഓളുടെ 10ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ ഇക്കാക്ക. എന്നിട്ട് നാട്ടിൽ നിന്ന് വല്ല ആലോചനയും വരുമ്പോ അപ്പൊ അങ്ങോട്ട് ചെയ്തു കൊടുത്താ പോരെ. ഇതേതോ കാണാ കട്ടുക്ക് ഏറ്റവും ഇവിടെ ചില കേൾക്കുമ്പോളാ നാട്ടുകാർ ലക്ഷങ്ങൾ ചോദിച്ചു വരുമ്പോ എടുത്തു കൊടുക്ക. നമ്മുടെ കയ്യിൽ ഇതെന്താ മാളുള്ളത്? മുതല് കൊടുക്കല്ല വെച്ചിട്ട് വിട്ടികൾ ഇവിടെ എടുത്തു വെക്കാൻ പറ്റുമോ? എച്ച് പറ്റിയതോ പറ്റി, എന്റെ കണ്ണീരിനി പറ്റൂല. ആ പെണ്ണിനോട് കണ്ണീര് കുടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. രണ്ടു തരത്തിൽ ഇത് ഒരു ദുരന്തം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഈ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന പുരുഷന്റേതായിട്ടുള്ള ഒരു സുരക്ഷിതത്വം കിട്ടുന്നില്ല എന്നത് ഒന്ന്. മറ്റൊന്ന്, വളരെ ചെറുപ്പത്തിൽ തന്നെ സംഭവിക്കുന്ന ഈ ഭർത്താവിന്റെ ഈ അസാന്നിധ്യവും ഇവരെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നു. മാത്രമല്ല, ചെറുപ്പക്കാരികളായിട്ടുള്ള ഈ സ്ത്രീകളെ പലതരത്തിൽ പീഡിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അവർ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ ഇവരുടെ സ്ഥിതി ഉണ്ടാകുന്നു. സ്വത്തേ ഇങ്ങനൊക്കെ വാപ്പാക്ക് വേറെ വായില്ല മോളെ. നമുക്ക് താഴെയുള്ള കെട്ടിച്ചണ്ടേ? നോക്ക്, ഒരു നല്ല കൂട്ടരാടി. ഒന്നും പണം നമ്മൾ കൊടുക്കണത് എന്താ ചതേ വേണ്ടു. എന്റെ കുട്ടി ഇതിട്ട് സമ്മതിക്കണം. വാപ്പോലേക്ക് വാക്ക് കൊടുത്തു. ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ കർമ്മങ്ങളിലൊന്നത്രേ വിവാഹം. സമുദായ നിരപേക്ഷമായ അർത്ഥവും ധ്വനിയുമുണ്ട് വിവാഹത്തിന്. വ്യക്തികളും കുടുംബങ്ങളും ഒന്നാകുന്ന നന്മയുടെ നിമിഷങ്ങളാണ് ഓരോ കല്യാണവും. വിവാഹവേളയിൽ രണ്ട് കുടുംബങ്ങൾ ശ്രേയസ്സിനു വേണ്ടി കൈകോർക്കുകയാണ്. വധുവും വരനും ജനങ്ങളുടെ അനുഗ്രഹത്തോടെ മരണം വരെ നീളുന്ന ഒരു അപൂർവ പാരസ്പര്യത്തിന് കൈകോർക്കുകയാണ്. സുഖദുഃഖങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള പാവന കർമ്മത്തിന് സാക്ഷികളാവുകയാണ്. പക്ഷേ ഇവിടെ വിവാഹം ദരിദ്ര ജീവിതത്തിലെ ഇടവേള മാത്രമാണ്. ദുഃഖത്തിന്റെയും അനാഥത്വത്തിന്റെയും മരുഭൂമിയിലേക്ക് വധുവിനെ വലിച്ചെറിയുന്ന ചടങ്ങ്. ദല്ലാളിന് മാത്രം ലാഭം കിട്ടുന്ന വൺ വേ ബിസിനസ്. പാവം മാൻപേട മൈസൂരിലെ തിരിച്ചറിയാനാകാത്ത ഏതോ ചതിക്കുഴിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ജയ്, എന്റെ അടുത്ത് ആകെ 500 റുപ്യ ഉള്ളൂ. ജത് വെച്ചാ മുന്നാണ് പേക്കാജി. പോ 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 ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ആയി നല്ല അറപ്പ. നീ മാദ്യം കിട കരച്ചില് വിശുദ്ധം കൂടെ ഇറങ്ങൂടെ? എന്തിനാ മൂജ് ഇങ്ങനെ കരയിന്? ഇവിടെ ഇറങ്ങ്. ഇമ്മോ മതി. ആ പൊട്ടിക്കാരൻ
പോയിക്കോളെ. ലോകത്തിന്റെ വിസ്മയ കാഴ്ചകളിലേക്ക് കൺതുറക്കും മുൻപ് വീടും തൊടിയും വിട്ട് കളിക്കൂട്ടുകാരെ കൈവെടിഞ്ഞ് അകാല പക്വതയിലേക്ക് വലതുകാൽ വെച്ചുള്ള ഒരു യാത്ര. നിഷ്കളങ്ക ബാല്യത്തിൽ നിന്ന് ഒറ്റപ്പെടലിന്റെയും സഹനങ്ങളുടെയും പീഡന പരമ്പരയിലേക്കുള്ള പരീക്ഷണം. സഹനത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഒരു നരകയാത്ര. മൈസൂരിലേക്കുള്ള ബസ് ഗ്രാമപാത വിട്ട് പായുകയാണ്. ആത്മബലിയുടെ ശവവാഹനമാണിത്. ഇതിന്റെ ചക്രങ്ങളിൽ അരഞ്ഞു തീരുന്നത് ഒരുപാട് പെൺകുട്ടികളുടെ സ്വപ്നങ്ങളും മോഹങ്ങളുമാണ്. അനേകം രക്ഷിതാക്കളുടെ പ്രതീക്ഷകളാണ്. മനുഷ്യബന്ധങ്ങളിലും സംസ്കാരത്തിലുമെല്ലാം നിരക്ഷരതയുടെ മുദ്ര പതിഞ്ഞ കർണാടകത്തിലെ ഒരു കുഗ്രാമത്തിലേക്ക് ആമന എത്തിച്ചേർന്നിരിക്കുന്നു. സദാചാരവും സ്വകാര്യതയും നഷ്ടപ്പെട്ട ചാളകളിൽ പതയുന്ന വൃത്തിഹീനമായ ജീവിതം. സ്നേഹത്തിന്റെ ചന്ദനഗന്ധം ഇവിടെ വിദൂര സ്വപ്നം മാത്രം. സാന്ത്വനത്തിന്റെ ഒരു വിരൽ സ്പർശം, ആശ്വാസത്തിന്റെ കുളിരുള്ള ഒരു വാക്ക് ഇവൾക്ക് ലഭിക്കുന്നില്ല. അവിടെ ഒരു ജോലി ഉണ്ടാവില്ല, വെറുതെ നടക്കേക്കും. അവിടെ അങ്ങനത്തെ ഒരു കല്യാണം കഴിക്കാൻ പെണ്ണിട്ടാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പലതും പറഞ്ഞ് അങ്ങനെ പറ്റിച്ച് ചതിച്ചങ്ങാണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകും. ആദ്യം കുറച്ച് ദിവസം വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അവരെ സ്വഭാവം പുറത്തിയാട്ട് തുടങ്ങി. ഭക്ഷണം തരൂല നേരത്തിന്. പിന്നെ ഒരു നേരം ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ തുടങ്ങി. പിന്നെ പണിക്കും പോവില്ല. അങ്ങനെ പിന്നെ ആകാശത്തുണ്ട് കുറെ കുട്ടികൾ എന്നൊക്കെ പറയുന്നോട്. പിന്നെ പട്ടിണിക്കിടുക, കുത്തുക, ഉള്ള പണിയുടെ അടിമ പോലെയാണ്. പണിയെടുക്കാന്നല്ലാതെ ഞാൻ അവിടെ ഒരു വേലക്കാരത്തിന്റെ സ്ഥാനം കൊടുക്കാം. അങ്ങനെ ചിലവർക്ക് എന്താവും, കുറച്ച് കുട്ടികൾ കുറച്ച് നിറങ്ങമ്മി അങ്ങനെ അങ്ങനെ അറിയിക്കുമ്പോൾ അവർക്ക് അതൊന്നും അവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. ആ സ്വർണം പൈസ ഒക്കെ കയ്യിലായാൽ അവരുടെ സ്വഭാവം മാറും. നല്ല കുട്ടി കേട്ടോ. മദ്യപാനാസക്തിയും ധനാർത്ഥിയും കൈമുതലായുള്ള മൈസൂരിലെ അലസ പൗരുഷങ്ങൾ മലബാറിൽ നിന്നെത്തിയ ഇളം തളിരുകളെ ഞെരിക്കുന്ന ബലിയിടങ്ങൾ. അമ്മ 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 പഠിച്ചോനെ, എന്റെ കുട്ടി. അമ്മ അവനെടുത്തു, അവനെടുത്തടി.
ഞാൻ എവിടേക്കും പോവില്ല. പിറന്ന വീട്ടിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങിയെത്തിയ ആമിന. അതല്ലാതെ ഇവൾക്ക് മറ്റു വഴികളില്ലല്ലോ. എല്ലാം പണയപ്പെടുത്തി മകളെ പ്രതീക്ഷയോടെ നിക്കാഹ് ചെയ്തു കൊടുത്ത ഈ പിതാവിന്റെ സങ്കടം ആരറിയാം? ഇജ് വളർത്തിണ്ടാക്കി കൊണ്ടുവന്ന അന്റെ മോളെ കെട്ടിക്കുമ്പോ അതിന്റെ ഭാവി നോക്കണ്ട ഇജല്ല സൈനുദ്ദീനെ. എന്താ മുണ്ടാത്ത്? അല്ലാതെ പള്ളിക്കമ്മറ്റിക്കും കോടതിക്കും നിയമത്തിനൊക്കെ എന്താന്ന് കാര്യം? ഇപ്പൊ എന്തേ അനക്ക് പോയി. ഞമ്മടെ മഹലിൽ തന്നെ 10-16 കേസ് ഇങ്ങനത്തെ ഉണ്ട്. അനക്കറിയില്ലേ? ചെറുപ്പത്തിൽ കെട്ടിച്ചില്ലെങ്കിലും മുതൽ കൊടുക്കാൻ കഴിവില്ലെങ്കിലും പെണ്ണ് കൂടി കുത്തിരിക്കും. അപ്പ ചെയ്യണ പണിയോളാണിത്. സമ്മതിച്ചു. എന്നാലും 100 ആലോചിക്കണിരുന്നു. ഇതൊക്കെ ഞമ്മടെ ആൾക്കാർ വരുത്തി തീർക്കണ കുഴപ്പങ്ങളാ. ഇസ്ലാമായി പറന്ന് ദീനിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് ഹറാമാണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും. ഇവിടെ നടക്കുന്നത് എന്താന്ന്? ഓലൊന്നും ഇസ്ലാമിങ്ങളല്ല, കാഫ്രീങ്ങളാ. എന്റെ കയ്യിലുള്ളത് മുഴുവൻ നുള്ളി